ഗോകുൽ, ഇ ഡി റെയ്ഡുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ തുടർച്ചയായ ചോദ്യങ്ങളും ആ ചോദ്യങ്ങൾക്ക് പ്രതികരണമില്ലാത്തത് സംബന്ധിച്ച വാർത്തകളും മുഖ്യമന്ത്രി വി ഡി സതീശനെ അലോസരപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാക്കുന്നതായിരുന്നു ഇന്ന് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിലെ പ്രതികരണങ്ങളും മറ്റും. പരിഹാസങ്ങളെന്ന പ്രതികരണത്തിൽ പലതവണ തനിക്ക് എപ്പോൾ മറുപടി പറയണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശമെങ്കിലും തരണം എന്ന് അദ്ദേഹം പരിഹാസരൂപേണ പലവരും പറയുന്നുണ്ടായിരുന്നു. മാത്രമല്ല, നിങ്ങൾ എത്ര വേണമെങ്കിലും ചോദിച്ചുകൊള്ളൂ, പക്ഷേ മറുപടി പറയേണ്ട സമയവും അത് എന്ത് പറയണമെന്ന കാര്യവും താൻ തീരുമാനിക്കും, അതിനുള്ള അവകാശമെങ്കിലും തനിക്ക് വിട്ടുതരണം എന്ന് അദ്ദേഹം തുടർച്ചയായി പറയുന്നതും ഇന്ന് നമ്മൾ കണ്ടു. എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൻ്റെ രീതിയിൽ ഒരു മാറ്റം വന്നിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിന് കാരണം ഈ തുടർച്ചയായ ചോദ്യങ്ങൾ അവഗണിച്ചു എന്നുള്ള വാർത്ത അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചിരിക്കുന്നു, അലോസരപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ്. ഇത് തന്നെയല്ലേ മുൻ മുഖ്യമന്ത്രിയുടെ കാലത്തും ഉണ്ടായിട്ടുള്ളത് എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ നിങ്ങൾ അങ്ങനെ താരതമ്യം ചെയ്യരുത് എന്ന് അദ്ദേഹം പ്രതികരിക്കുന്നതും നമ്മൾ ഈ വാർത്താ സമ്മേളനത്തിൽ കണ്ടു. എന്തായാലും വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അവസാനം ഉയർന്ന ചോദ്യങ്ങളും ഇതൊരു ഇങ്ങനെ പ്രതികരിക്കാതിരിക്കുന്ന ഒരു തെറ്റായ സന്ദേശം നൽകില്ലേ എന്ന ചോദ്യത്തിന് ഇതുവരെ നിങ്ങൾ പറഞ്ഞൊന്നും കേട്ടില്ലേ, ഉറങ്ങുകയായിരുന്നു എന്ന ചോദ്യമാണ് ഇത് ചോദിച്ച പ്രവർത്തകരോട് അദ്ദേഹം നടത്തിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഷാശൈലിയിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണ രീതിയിൽ അദ്ദേഹം വാർത്തകളിൽ പ്രകോപിതനായിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നമ്മൾ കണ്ടത്. എന്നാൽ ഇ ഡി റെയ്ഡുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പ്രതികരണങ്ങൾ പഠിച്ചു പറയാനുള്ള സമയമെടുത്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ പഠിച്ചു പറയേണ്ട രീതിയിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു പുതിയ റെവലേഷനോ അല്ലെങ്കിൽ ഈ UDF അടക്കം നിയമസഭയിൽ ഉയർത്തിയ മാസപ്പടി ആരോപണവുമായി ബന്ധപ്പെട്ട് പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും പറയാനോ പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ ഉണ്ടായിരുന്നില്ല. മറിച്ച് CPM-നെ രാഷ്ട്രീയമായി വിമർശിക്കുന്ന അല്ലെങ്കിൽ അവിടെ നടന്ന ക്രമസമാധാന ലംഘനത്തിൽ രൂക്ഷമായുള്ള വിമർശനമാണ് മാത്രമാണ് ഉണ്ടായി. ഇത് വേണമെങ്കിൽ അദ്ദേഹത്തിന് നേരത്തെയും പറയാവുന്ന കാര്യമായിരുന്നു. എന്നാൽ അത്തരമൊരു മറുപടി ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അതിന് പരിഹാസം കലർന്ന പ്രതികരണം അദ്ദേഹം നടത്തുകയും ചെയ്തു. മറ്റൊന്ന് ശ്രീജിത്ത്, ഇപ്പോൾ ഈ ED റെയ്ഡിനെ അദ്ദേഹം ഒരു തരത്തിലും തെറ്റായി കാണുന്നില്ല എന്നതുകൂടി ആ മറുപടിയിൽ നിന്ന് വ്യക്തമല്ലേ? ഇത് എന്ത് സാഹചര്യത്തിലാണെന്ന് അദ്ദേഹം പറയുന്നു. നേതാക്കൾ പണം വാങ്ങിച്ചതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അതെല്ലാ നേതാക്കളും വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷേ ഇവിടുത്തെ വിഷയം അതല്ല, ഇത് കള്ളപ്പണം വെളുപ്പിക്കലാണെന്ന് അദ്ദേഹം പറയുകയാണ്. അവിടെ EDക്ക് അങ്ങനെ ചെയ്യാൻ അത് കോടതി അനുവാദമുണ്ട്, അത് ചെയ്യേണ്ടതാണ് എന്ന തരത്തിലേക്കല്ലേ, അതിൽ വിമർശിക്കുന്നതിൽ കാര്യമില്ല, കേരളത്തിൽ എന്ത് റോളാണ് അത് ചെയ്യേണ്ടതല്ലേ എന്നുള്ള ആ മറുപടി തന്നെയല്ലേ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളതും. അനുജ, ഇ ഡി റെയ്ഡിൽ അദ്ദേഹം പ്രശ്നങ്ങൾ കാണുന്നില്ല എന്നതിൽ അദ്ദേഹത്തെ വിമർശിക്കാൻ കഴിയില്ല. കാരണം ഈ CMRL എന്ന കരിമണൽ കമ്പനിയിൽ നിന്ന് പിണറായി വിജയൻ്റെ മകൾ വീണ തായ്ക്കണ്ടി മാസപ്പടി പറ്റിയെന്നുള്ള ആക്ഷേപം UDF പ്രതിപക്ഷത്തിരുന്നപ്പോൾ നിയമസഭയിൽ പലതവണ ഉന്നയിച്ചിട്ടുള്ളതാണ്. പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശനും മാത്യു കൊല്ലനാടനും ഒക്കെ നിയമസഭയിലും പുറത്തും പലതവണ ഉന്നയിക്കുകയും അതുമായി ബന്ധപ്പെട്ട ലിറ്റിഗേഷനിലൊക്കെ ഏർപ്പെടുകയും ചെയ്തതാണ്. അപ്പോൾ അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു അന്വേഷണത്തെ എതിർക്കുകയോ വിമർശിക്കുകയോ ചെയ്യാൻ കഴിയില്ല, അതിനവർക്ക് രാഷ്ട്രീയമായി കഴിയില്ല. അവർ മുൻപെടുത്ത സമീപനത്തിൽ നിന്ന് ഘടകവിരുദ്ധമായ ഒരു സമീപനമായി അത് മാറുകയും ചെയ്യും. അതുകൊണ്ട് അദ്ദേഹം വിമർശിച്ചില്ല എന്ന് മാത്രം. എന്നാൽ ഇ ഡി റെയ്ഡുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതിരുന്ന വിഷയങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് ഇന്ന് വിമർശന വിധേയമാകേണ്ടത് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അദ്ദേഹത്തെ അലോസരപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിൽ പരിഹാസവും അത്തരത്തിലുള്ള ചില ഇടപെടലുകളും ഉണ്ട് എന്ന കാര്യം നിസ്സംശയം പറയാം. എന്നാൽ ഈ ഇ ഡി അന്വേഷണവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയെയും മറ്റും പിണറായി വിജയൻ വിമർശിച്ചതിനെ അദ്ദേഹം രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. അതായത് രാഹുൽ ഗാന്ധി ഈ ഇ ഡി അന്വേഷണവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയെയോ അമിത്ഷായോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട മന്ത്രിയെയോ വിമർശിച്ചിട്ടില്ല. മാത്രമല്ല 55 മണിക്കൂർ ഇ ഡി അന്വേഷകർക്ക് മുന്നിൽ ഇരുന്നു കൊടുക്കുകയാണ് ചെയ്തത്. ആ അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുകയാണ്. അന്വേഷണവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുണ്ടെങ്കിൽ അതിനെ നിയമപരമായി നേരിടണമെന്ന നിലപാടാണ് പിണറായി വിജയനോടുള്ള മറുപടിയായി ഇന്ന് വി ഡി സതീശൻ മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞത്. തീർച്ചയായും അവിടെ ഇപ്പോൾ ഗോകുലി ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുന്ന ഒരു ഘട്ടം വരുമ്പോൾ ഇടപെട്ടു, പോലീസിനെ വിട്ടു നൽകി, അതൊക്കെ TV-യിൽ കണ്ടിട്ടാണ് ആഭ്യന്തരമന്ത്രിക്ക് അഭിനന്ദനം എന്നുകൂടി പറയുന്ന മുഖ്യമന്ത്രിയാണ്. റെയ്ഡിനെ പറ്റിയല്ല പറഞ്ഞ റെയ്ഡ് ആ നടപടിയെ പറ്റി അല്ലെങ്കിൽ ED-യുടെ അന്വേഷണത്തെ പറ്റിയോ ED നടപടികളെ പറ്റിയോ അദ്ദേഹത്തിന്റെ വിമർശനങ്ങളൊന്നും ഉണ്ടായില്ല. റെയ്ഡിനെ എങ്ങനെ പ്രതികരിച്ചു, CPM പ്രതികരിച്ചു, അതിലെ ക്രമസമാധാന പ്രശ്നത്തിലാണ് അദ്ദേഹത്തിന്റെ വിമർശനം അത്രയും ഉള്ളത്. ഇത് തന്നെയായിരുന്നു മുമ്പ് ബംഗാളിലടക്കം ED-യുടെ നടപടികൾ ഉണ്ടായപ്പോൾ കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചതെന്നുകൂടി. മാത്രമല്ല ഇന്നിപ്പോൾ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നയിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വിമർശനം ED-യുടെ നിലപാടുകളിൽ ഏത് തരത്തിലേക്കാണ് കോൺഗ്രസ് കൈക്കൊള്ളുന്നത് അഭിപ്രായം എന്നുള്ളതാണ്. അത് സങ്കുചിതമായ നിലപാടാണ്, തങ്ങൾക്ക് നേരെ വരുമ്പോൾ മാത്രമാണ് അതിൽ കോൺഗ്രസ് അതിനെ വിമർശിക്കുന്നത്, മറ്റുള്ളവർക്ക് നേരെ വരുമ്പോൾ അതല്ല നിലപാട് എന്ന് പറയുന്ന അവസരവാദപരമായ നിലപാടെന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ അത് ചൂണ്ടിക്കാട്ടി. പക്ഷേ ഇതിപ്പോൾ ഇന്ന് ഇത് നടത്തേണ്ടതാണ് എന്ന രീതിയിലേക്കുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം വരുന്നത് ശ്രദ്ധേയമാവുന്നത് അവിടെ തന്നെയാണ്. ഏറ്റവും ഒടുവിലായി അദ്ദേഹം ഈ പിണറായി വിജയൻ മൈക്ക് ഓഫ് ചെയ്ത് ഇത്രയും
ഇത്രയും മതി എന്ന് പറഞ്ഞു പോകുന്നതിനെയൊക്കെ വിമർശിച്ച വി.ഡി. സതീശൻ ഇന്ന് നമ്മൾ കാണുന്നത് അതേ രീതിയിൽ തന്നെ മതി എന്ന് പറഞ്ഞുകൊണ്ട് മൈക്ക് ഓഫ് ചെയ്ത് പോകുകയും പിന്നീട് ഇംഗ്ലീഷിൽ വാർത്താമാധ്യമങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ് ഇവിടെ മാറ്റം, എവിടെയാണ് വിമർശിക്കുന്നത്? മൈക്ക് മുഖത്ത് തട്ടിയതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ താൻ എത്രത്തോളം അലോസരം തനിക്ക് ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയുകയാണ്. എപ്പോഴും വന്ന് മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ അതൊക്കെ തനിക്ക് പ്രകോപനമാണ് എന്ന് പറയുമ്പോൾ എവിടെയാണ് വിമർശിക്കാനൊരു അവകാശമുള്ളത് മുഖ്യമന്ത്രിക്ക് എന്നൊരു ചോദ്യം ഇനി ഉയർന്നു വരുമെന്നുള്ളത് തീർച്ചയാണ്. ഉറപ്പായും പൂക്കി മുഖ്യമന്ത്രി ഇന്ന് അല്പം ടെമ്പർ തെറ്റുന്നതാണ് നമ്മൾ കണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.